നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ന് സർവ്വസാധാരണമായി കാണുന്ന രോഗങ്ങളാണ് പൈൽസ് അഥവാ അർഷസ്. അതായത് നമ്മുടെ മലദ്വാരമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മലദ്വാര കനാലിൽ, അതായത് റെക്ടൽ ഏനൽ കനാലിൽ ഉപരിതലത്തിലും അതിൻ്റെ ഉള്ളിലുമുള്ള രക്തക്കുഴലുകൾ അതിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അത് വലിഞ്ഞ് വെളിയിലോട്ട് തള്ളി വീർത്തു വരുന്നതിനാണ്. അതാണ് നമ്മൾ പൈൽസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഹിമറോയിഡ്സ്, ഇത് 3 ഡിഗ്രിയിലുണ്ട്. ഞാനതൊന്ന് ചുരുക്കമായിട്ട് പറയാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം മലം പോകാനുള്ള ബുദ്ധിമുട്ട്, ചെറിയ കോൺസ്റ്റിപ്പേഷൻ, മലമുറുക്കം. വളരെ സ്ട്രെയിൻ ചെയ്യും ആദ്യം രോഗി. നമ്മൾ മലം പാസ് ചെയ്യുമ്പോൾ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ചെറിയ വേദനയും ചുടിച്ചിലും അസ്വസ്ഥത, മലദ്വാരത്തിന് ചുറ്റും ചില അസ്വസ്ഥതകൾ വരിക, ചില സമയത്ത് ഒരു സ്പ്ലാഷ് പോലെ രക്തം ചീറ്റി അങ്ങ് പോവുക. ഇതാണ് ഇതിൻ്റെ ഒരു പ്രാഥമിക ലക്ഷണം. 1ാമത്തെ ഡിഗ്രി പൈൽസ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. രോഗം കുറച്ചും കൂടെ ഗുരുതരമാകുമ്പോൾ മലദ്വാരത്തിൻ്റെ ചുറ്റും ചില തടുപ്പുകൾ പ്രത്യക്ഷപ്പെടും. ചില ഭാഗം തടിച്ച് വീർക്കുക. ആ വീർക്കുന്ന ഭാഗത്തോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, മലബന്ധം, ചൊറിച്ചിൽ, വേദന, ഇതൊക്കെ വരിക. പക്ഷെ കൈകൊണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഒന്ന് തട്ടിയാൽ അല്ലെങ്കിൽ ഒന്ന് അമർത്തിയാൽ ഈ തടിച്ച് വീർത്തത് ഉള്ളിലോട്ടങ്ങ് മാറും. ഇതാണ് 2ാമത്തെ ഡിഗ്രി പൈൽസ് എന്ന് പറയുന്നത്. അതിശക്തമായ വേദന, കടച്ചിൽ, ചൊറിച്ചിൽ, രക്തം പോക്ക്, പഴുപ്പ് വരിക, ഇതൊക്കെയാണ് ഇതിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ. മലബന്ധം ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഈ പൈൽസ് ശരിയായ രീതിയിൽ നിർണ്ണയം നടത്തി അത് ആദ്യത്തെ ഡിഗ്രിയിലും 2ാമത്തെ ഡിഗ്രിയിലും നമുക്ക് സുഖപ്പെടുത്താൻ സാധിക്കും. ഹോമിയോപ്പതിയിൽ വളരെ നല്ല ചികിത്സ ലഭ്യമാണ്. ഞാൻ ഉറപ്പ് പറയാം, 1ാമത്തെ ഡിഗ്രിയും 2ാമത്തെ ഡിഗ്രിയും ചികിത്സയിൽ വിധേയപ്പെടുന്നതാണ്. എന്നാൽ 3ാമത്തെ ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും ശസ്ത്രക്രിയയുടെ ആവശ്യം വരും. സർജറിയാണ് അവിടെ ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക.